15 വയസ്സുള്ള ശ്രീനന്ദ ഫാമിലിയോടൊപ്പം ടൂറ് പോയതായിരുന്നു. കഴിഞ്ഞ 4-ാം തീയതി പാലക്കാട് ഒറ്റപ്പാലം കടമ്പഴിപ്പുറത്ത് നിന്ന് 41 പേരടങ്ങുന്ന ഇവരുടെ ടൂർ സംഘം നേരെ ഹംപിയിലേക്ക് ചെല്ലുന്നു. 7-ാം തീയതി ഇവർ ചിക്മംഗ്ലൂരിലെത്തുന്നു. ചിക്മംഗ്ലൂരിൽ മാണിക്യധാര ഫോൾസ്, ബാബ ബുദ്ധാഗിരി ടൂറിസ്റ്റ് പ്ലേസിലുള്ള മാണിക്യധാര ഫോൾസിലേക്ക് ചെല്ലുന്നു. അവിടെ വെച്ച് വൈകിട്ട് 5:30 കൂടിയിട്ട് 15 വയസ്സുള്ള ശ്രീനന്ദയെ കാണാതാകുന്നു. ഞാൻ ഈ വിഷയം ഇന്നലെ എടുത്തു വെച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് ഇന്ന് രാവിലെ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്ന് ഈ ടൈമിൽ ഞാൻ അറിയുന്നത് 1500 അടി താഴ്ചയിൽ നിന്ന് ഈ കുട്ടിയുടെ ബോഡി കണ്ടെത്തിയപ്പോൾ ചില വിഷയങ്ങൾ സംസാരിക്കാതിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് അതിലൊരു ഇൻവോൾവ്മെൻറ്റ് നമുക്ക് വരും. ചില ന്യൂസുകൾ കേൾക്കുമ്പോൾ അത് ഭയങ്കര ഹേർട്ട് ചെയ്യും. എനിക്കിപ്പോൾ അങ്ങനത്തെ ഒരു ഫീലിലാണ് ഞാൻ ഇരിക്കുന്നത്. വിഷയം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പറയാം. ഫാമിലി ആയിട്ട് പോയതാണ്. രേഷ്മ റോഷ്നി ദമ്പതികളുടെ മകളാണ് 15 വയസ്സുള്ള ശ്രീനന്ദ. മാണിക്യധാര ഫോൾസിൽ വെച്ചാണ് കുട്ടിയെ കാണാതാകുന്നത്. ആ ദിവസം, കാണാതായ ദിവസം ഒരു 8:30 കൂടിയിട്ടാണ് ഫാമിലി കേസ് കൊടുക്കുന്നത്. 5:30 കൂടി കുട്ടി അവിടുന്ന് മിസ്സിങ് ആവുകയാണ്. 40 പേരുള്ള ഈ ഫാമിലി ഇവർ 5:30 മുതൽ അവിടെ കുട്ടിയെ സെർച്ച് ചെയ്തു എന്ന് ഇവരുടെ ബന്ധുക്കളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 8:30 കൂടി പോലീസ് വരുന്നു, ഫോറസ്റ്റ് വരുന്നു, ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നു. പിന്നെ അങ്ങോട്ട് തുടക്കം മുതൽ കുറച്ചൊരു സ്ലോ ആണെന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ തിരച്ചിലും കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഞാൻ ആദ്യം തന്നെ ഇവിടെ നിങ്ങൾക്ക് പ്ലേ ചെയ്യുന്നത് ഈ ശ്രീനന്ദയ്ക്ക് ഈ ഒരു അപകടം സംഭവിക്കുന്നതിന് മുമ്പ് ശ്രീനന്ദയും ഫ്രണ്ടും കൂടി എടുത്തൊരു വീഡിയോ ഉണ്ട്. ഇത് എനിക്ക് ഭയങ്കര എന്താ പറയുക, കുറച്ച് ക്യൂരിയോസിറ്റി തോന്നി ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ. ഇത് ഒരു റീൽ വീഡിയോ, ജസ്റ്റ് ചുമ്മാ അവരെടുത്തതാ ഫ്രണ്ട്സ്. ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. ഹലോ, അവിടെ ഇരിക്കാൻ നോക്കിയതാ. നമ്മൾ വന്ന സ്ഥലത്ത് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ടിബ്ലേ മാത്രമേ ഉള്ളൂ. നമുക്ക് എവിടേക്ക് പോകും? നമ്മൾ ഹലോ. ഓക്കെ, അപ്പോൾ ഈ ഒരു റീൽ വീഡിയോ ഇതിലെന്താ ഉള്ളതെന്ന് ഊപ്പങ്ങൾ ചോദിക്കുന്നത്. ഇതിലൊരു കാര്യമുണ്ട്. ശ്രീനന്ദ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ള, ഭയങ്കര ക്യൂരിയോസിറ്റി കാണിക്കുന്ന ഒരു കുട്ടിയാണ് എന്നുള്ളത് ഈ വീഡിയോ കണ്ടപ്പോഴും ആ കുട്ടിയുടെ എക്സൈറ്റ്മെൻറ്റ് കണ്ടപ്പോഴും എനിക്ക് പേഴ്സണലി ഫീലായി. നമ്മൾ അറിയുന്നത് 1500 അടി താഴ്ചയിലേക്ക് ഈ കുട്ടി വീണു എന്നാണ്. ഇതിൽ തന്നെ കോൺസ്പിറസി ഉണ്ട്. ഈ കുട്ടിയുടെ വീട്ടുകാർ പറയുന്നത് അവരന്ന് ഈ കുട്ടി മിസ്സിങ് ആയ ദിവസം ഈ 1500 അടി താഴ്ചയുള്ള സ്ഥലത്തൊക്കെ അവർ നോക്കിയതാണെന്നും അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിലും സെർച്ച് നടന്നതാണെന്നും അന്നൊന്നും ആ കുട്ടിയുടെ ബോഡി അവിടെ കണ്ടിട്ടില്ല എന്നും ഇപ്പം ആ കുട്ടിയുടെ ബോഡി കിട്ടിയ സമയത്താണെങ്കിലും ആ ബോഡിക്ക് പഴക്കം ഇല്ല എന്നൊക്കെയുള്ള രീതിയിൽ ഫാമിലി പല ക്ലെയിമുകളും ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് തോന്നിയത്, നിങ്ങൾക്ക് കണക്റ്റ് ആയെന്ന് എനിക്കറിയില്ല, ഈ കുട്ടിക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഫാക്ടർ ഉണ്ട്. ഓക്കെ, സമപ്രായമായിട്ടുള്ള കുട്ടികളൊപ്പം ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. സോ വീഡിയോ എടുത്ത സമയത്ത് അടുത്തൊരു പുഴ കണ്ടു, ഹായ് പുഴ എന്ന് പറഞ്ഞ് ഓടുന്ന ഒരു തരം എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഈ കുട്ടിക്ക്. ഇനി ആ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ മുകളിൽ ഈ ഒരു 5:30 സമയത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഏരിയയിൽ മാണിക്യധാരയുടെ ചുറ്റുവട്ടത്തവിടെ പോയവർക്കറിയാം അത്യാവശ്യം കോടയും മഞ്ഞൊക്കെ വരുന്നൊരു ടൈമാണ്. വേനൽക്കാലം ആണെങ്കിൽ പോലും ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് അവിടെ അത്യാവശ്യം കോടയും മഞ്ഞും ഇറങ്ങും. ഈ ദിവസവും അത്യാവശ്യം വിസിബിലിറ്റി പോകുന്ന രീതിയിലുള്ള മഞ്ഞും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കുട്ടിക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഫാക്ടറിൽ ചിലപ്പോൾ അറ്റത്ത് പോയി നിന്ന സമയത്ത് എങ്ങാണ്ട് കാല് തെറ്റി താഴെ വീണതാണോ എന്നുള്ളതൊക്കെ ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരണം. ഇനി ഇൻ ഡീറ്റെയിൽ ഡെപ്തായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കുട്ടി മിസ്സായ അന്ന് മുതലുള്ള ന്യൂസും ഈ കുട്ടിയുടെ മാതാപിതാക്കളും ബാക്കി ഫാമിലിയിലുള്ള ആളുകളും സംസാരിച്ചത് മുതൽ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഈ കുട്ടിയുടെ അമ്മ മീഡിയയ്ക്ക് ഈ കുട്ടി മിസ്സായി 1-2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് കൊടുത്തൊരു ബൈറ്റ് ഞാനിവിടെ വെക്കാം. അവള് അവിടെ നിന്ന് വീണിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അവളേനെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടാവും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആരെങ്കിലും ഡ്രഗ് കൊടുത്ത് മയക്കി കൊണ്ടുപോയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എത്രയും പെട്ടെന്ന് എന്റെ കുട്ടീനെ ഒന്ന് കണ്ടെത്തി തരണം. 2-3 ദിവസമായി ഇവിടെ ചിക്ക്മാംഗ്ലൂർ ഇറങ്ങിയതിന് ശേഷം എനിക്ക് തോന്നുന്നു ആരെങ്കിലും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ പെട്ടെന്ന് അവള്
ഒറ്റയ്ക്ക് മോളിക്ക് വന്നപ്പോ അവളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കിഡ്നാപ്പ് തന്നെയാണ്. എങ്ങനെയെങ്കിലും എന്റെ കുട്ടിയെ രക്ഷിക്കണം. ഈ അമ്മ പറഞ്ഞ ഈ ഒരു കിഡ്നാപ്പിൻ്റെ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതി തള്ളാൻ പറ്റുന്നൊരു കാര്യമല്ല. വൈ? ബിക്കോസ് ഇവർ ആദ്യം ഈ കുട്ടിയെ കാണാതായ മണിക്കൂറുകളിലൊക്കെ തെരച്ചിൽ നടത്തിയിട്ടുണ്ട്. ഫാമിലി പ്ലസ് ഫോറസ്റ്റ് പ്ലസ് ഫയർ ഡിപ്പാർട്ട്മെൻറ്റ്, അതിനുശേഷം ഡ്രോണ്, തെർമൽ ഡ്രോണ്, ഡോഗ് സ്ക്വാഡ്. അത്രയും വിസിബിലിറ്റി ഇല്ലാത്തൊരു ഏരിയ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ സമയങ്ങളിൽ അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ള, ഇനിയിപ്പം മരങ്ങളാൽ ചുറ്റപ്പെട്ട് ഇങ്ങനെ ഭയങ്കര തിക്കായിട്ട് കിടക്കുന്ന ഒരു ഫോറസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല, അടിക്കാട് പോലെ കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഈ പാറക്കെട്ടിലും പാറ ഇടുക്കിലും ഒക്കെ ആണെങ്കിൽ ഡ്രോൺ ഓബിയസ്ലി നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു ഫെസിലിറ്റി വെച്ച് അങ്ങനെ നോക്കാൻ പറ്റും. ആ ടൈമിലൊക്കെ ഇത് 4-ാം ദിവസമാണ് ഈ കുട്ടിയെ കാണാതായിട്ട്. എന്നിട്ടും ഈ 1500 അടി താഴ്ചയിൽ ഇന്നലെ കൊക്കയിലേക്ക് ഇറങ്ങിയിട്ട് അവിടുത്തെ ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് സെർച്ച് ചെയ്തിട്ടുണ്ട്, അപ്പം ബോഡി കിട്ടിയിട്ടില്ല. അങ്ങനെ കുറേ ദുരൂഹതകൾ ഇപ്പോൾ കുട്ടിയുടെ മൃതദേഹം ലഭിക്കുമ്പോൾ നമുക്ക് ഫാമിലി പറയുമ്പോഴും ഇവർ ഈ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകാനുള്ളൊരു ആസ്പെക്റ്റ്. പിന്നെ ഇതിനകത്ത് ആകൊരു എനിക്കൊരു എന്താ പറയുക മിസ്സിങ് ആയിട്ടുള്ളൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത്, ഈ തട്ടിക്കൊണ്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്ട്രഗിൾ വരും, ശബ്ദമുണ്ടാക്കേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും കൊടുത്തിട്ട് ഈ കുട്ടിയെ മയക്കി കൊണ്ടുപോകണം. അത്യാവശ്യം 10-15 വയസ്സുള്ളൊരു കുട്ടിയാണ്, എന്തെങ്കിലും വേറൊരാൾ കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങുമില്ല എന്നുള്ളത് വലിയ ഉറപ്പൊന്നുമില്ല. അപ്പോൾ ആ ഫോഴ്സ്ഫുള്ളി ആ കുട്ടിക്ക് എന്തെങ്കിലും കൊടുത്തിരിക്കണം. അങ്ങനത്തെ ചില സിറ്റുവേഷൻസ് ഉണ്ട്. ആൻഡ് ഈ കുട്ടി കാണാതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിൽ നിന്ന് മുകളിലേക്ക് ആളുകൾ പോകുന്ന ഒരു ഗ്യാപ്പിൽ ഒരു വിത്തിൻ ലൈക്ക് മിനിറ്റ്സ്, ഒരു 1-2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ടാണ് ഈ കുട്ടിയെ പെട്ടെന്ന് കാണാതാവുന്നത്. മേ ബി വീഴുന്നൊരു സാഹചര്യമാണെങ്കിലും അത്ര സമയം മതി. ടപ്പയെന്ന് പറഞ്ഞ് വീഴാം. ഇത് കണ്ണ് നോക്കി തെറ്റുന്ന നേരം കൊണ്ട് ചിലപ്പോൾ ഒരാൾ കാല് തെറ്റി വീഴാം. മനസ്സിലായോ? ഇനി അങ്ങനെ വീണതാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് വീണതാണോ എന്നുള്ളൊരു സംശയമുണ്ട്. ഇല്ല, ഇനി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയിട്ട് ഈ കുട്ടിയെ ഇനി ലാസ്റ്റ് ഇത്രയും സെർച്ചും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് ബോഡി അവിടെ കൊണ്ടുപോയി ഇട്ടതാണോ എന്നുള്ളതൊക്കെ ഇനി ഞാൻ പറഞ്ഞല്ലോ വരും ദിവസങ്ങളിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഓബിയസ്ലി വീണ ആഘാതം എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് പറ്റുന്ന പരിക്കുകളൊക്കെ നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കിട്ടേണ്ടതാണ്. കുട്ടിയെ കാണാതായ ടൈമിൽ ഈ കുട്ടിയുടെ ബന്ധു അന്ന് നടന്ന കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. 5:20 കുട്ടി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നവര് അവര് അടുത്ത ഓരോ ഫാമിലി സെപ്പറേറ്റ് ഒരു ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ കുട്ടി മുകളിലോട്ട് കയറിപ്പോയി. അപ്പൊ മുകളിലോട്ട് കയറി 2 വഴിയുണ്ട്. ഒരെണ്ണം ലെഫ്റ്റ് തിരിഞ്ഞ് അങ്ങനെ കയറാം, സ്ട്രൈറ്റ് കയറിക്കാൻ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തെത്താം. പക്ഷെ ഈ കുട്ടി ഇടത്തോട്ട് തിരിഞ്ഞ് കയറിയെന്നാണ് അവസാനം ഞങ്ങൾക്ക് കിട്ടിയ വിവരം. അത് കഴിഞ്ഞ് 5:26 അതിന്റെ പിറകിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഈ കുട്ടി അവിടെ ഇല്ല, ഇവരാരും ഇല്ല. അപ്പൊ ഇവരെല്ലാരും വണ്ടി കയറി കാണുമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് പാർക്കിങ്ങിൽ എത്തിയപ്പോഴാണ് കുട്ടി എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഒരു 6-7 മിനിറ്റിന്റെ അവർ വ്യത്യാസം. ആ സമയത്ത് വെച്ചാണ് ഈ കുട്ടി അവിടെ നിന്ന് മിസ്സായത്. 5:20 വരെ കുട്ടി കൂടെ ഉണ്ടായിരുന്നു. ഈ തൊട്ടടുത്തൊരു 10-അംഗ സംഘം ഉണ്ടായിരുന്നു പറയുന്നുണ്ടോ? അവരെ കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? ഇല്ലല്ല, അതേപ്പറ്റി അന്വേഷിക്കുന്നുണ്ട്, പോലീസ് അന്വേഷിക്കുന്നു. അല്ല, ഈ സംഘത്തിൽ നിന്ന് മോള് കേറിപ്പോയി എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് മുകളിലേക്ക് കയറിപ്പോയി എന്നാണ് പറയുന്നത്. തനിച്ച് മുകളിലേക്ക് കയറി. കയ്യിൽ മൊബൈലും ഒന്നും ഇല്ല, ഉണ്ടായിരുന്നില്ല. മൊബൈലൊന്നും ഇല്ല. ഓക്കെ, എന്ത് പറഞ്ഞാണ് അങ്ങോട്ട് പോയതെന്ന് വല്ലതും അറിയാമോ? ഇല്ലല്ല, ഒന്നും പറഞ്ഞൊന്നുമില്ല. അവര് ഫോട്ടോ എടുത്തു, അത് കഴിഞ്ഞ കുട്ടി ഫ്രണ്ടിൽ കയറി, അത്ര തന്നെ ഉള്ളൂ. അല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല അവിടെ. ശ്രീനന്ദയെ ആരെങ്കിലും ബലമായി തട്ടിക്കൊണ്ടുപോയി എന്നുള്ളൊരു സംശയം അച്ഛനും അമ്മയും പറയുന്നുണ്ടായിരുന്നു. ഇപ്പോ ഏകദേശം എല്ലാവർക്കും അങ്ങനെ ഒരു സംശയം ഉണ്ട്, അങ്ങനെയാണ് സംഭവിച്ചിരിക്കുക എന്നുള്ള കാര്യം. പക്ഷെ അങ്ങനെ ഒരാൾക്ക് ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് കടത്താൻ പറ്റുമോ? അതിന് ഒരുപാട് ആളുകൾ ചുറ്റും കൂടി നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയല്ലേ? പക്ഷേ ഡോഗ് സ്ക്വാഡ് വന്ന് കൃത്യമായിട്ട് അവിടെ ഒരു കടയുടെ അടുത്ത് വന്ന് ഒരു കടയുടെ അടുത്ത് വന്നാണ് നിന്ന്. പിന്നെ അതിനുശേഷം ഡോഗ് സ്ക്വാഡ് തിരിച്ചു വരികയായിരുന്നു. എന്നിട്ടും അവിടെയുള്ള ഒരു കടക്കാരെ പോലും ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടില്ല. അത് മാത്രമേ ഞങ്ങൾക്കൊരു, ബാക്കി നല്ല രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ലോക്കലിന്റെ കാര്യം വരുമ്പോൾ മാത്രം അവർക്ക് ഒരു ബന്ധുവായ വ്യക്തി പറഞ്ഞ ഒരു 5-6 മിനിറ്റ് ഡിഫറൻസ് കൊണ്ട് ഈ കുട്ടിയെ കാണാതായത് എന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അപകടം പെട്ടെന്ന് സംഭവിക്കാം. തട്ടിക്കൊണ്ടുപോലാണെന്നുണ്ടെങ്കിലും ഈ ഒരു ടൈമിനുള്ളിൽ കുട്ടിയെ എന്തെങ്കിലും കൊടുത്ത് മയക്കി അല്ലെങ്കിൽ ഒരു സ്ട്രഗിൾ ഇല്ലാതെ കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ ലൈക്ക് പോസിബിലിറ്റി ഉണ്ട്, ചാൻസസ് ആർ ഹൈ. ബട്ട് സ്റ്റിൽ എവിടെയോ കണക്റ്റ് ആവാത്ത പോലെ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. ഈ വാട്ടർഫാളിൽ നിന്ന് മുകളിലേക്ക് കയറുന്ന വഴിക്ക് 2ആയിട്ട് വഴി തിരിയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ ഇനിയൊരു ക്ലിപ്പിനകത്ത് ഈ കുട്ടിയുടെ അച്ഛൻ റിപ്പോർട്ടർ ചാനലിൻ്റെ ജേർണലിസ്റ്റിനോട് ഇത് കാണിച്ചു കൊടുക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ആ ടൈമിൽ അന്നേ ദിവസം അവിടെ സംഭവിച്ചത്. അപ്പോൾ ആ വഴി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മുകളിലോട്ട് കയറി ലെഫ്റ്റിലോട്ട് കയറി കഴിഞ്ഞാൽ ടിക്കറ്റ് കൊടുക്കുന്ന കൗണ്ടറും പിന്നെ കടയുടെ ഒരു ഭാഗമാണ്. റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പാർക്കിങ്ങിലോട്ട് പോകാൻ പറ്റും. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടി ലെഫ്റ്റിലോട്ട് പോയതായിട്ട് ഇവർക്കൊരു അറിവുണ്ട്. ഓക്കെ, ആ സിറ്റുവേഷനിലാണ് ഇവർ ചിന്തിക്കുന്നത് ആരെങ്കിലും ഇനി ലോക്കൽസ് ആരെങ്കിലും എന്തെങ്കിലും കൊടുത്തു കൊണ്ടുപോയോ
എന്തെങ്കിലും സംഭവിച്ചു. പിന്നെ അവിടെ ഒരുപാട് ഭിക്ഷാടന ടീംസ് ഉണ്ട്. ഓക്കെ, ഭിക്ഷയ്ക്കിരിക്കുന്ന ആളുകൾ ഇഷ്ടംപോലെ ആ ഒരു സൈഡിലിരിക്കുന്നുണ്ട് എന്നുള്ളത് കുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട്. അവരായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതിൻ്റെ ഒരു ബൈറ്റ് അവിടെ കാണുന്നുണ്ട്. ആ പോസിബിലിറ്റി വീട്ടുകാർക്ക് തോന്നിയതിലൊരു തെറ്റും പറയാനില്ല. കാരണം ആരെങ്കിലും തട്ടിക്കൊണ്ടാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട്. കാരണം ഇത് ഇങ്ങനത്തെ ഒരു ചാൻസിലേക്ക് ഉണ്ടോ എന്ന് വരെ അവർ ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലെത്തിയത്. കുട്ടിയെ കാണാതായി 1, 2, 3, 4 ദിവസവും തെരച്ചിൽ നടത്തിയിട്ടുണ്ട്. ഈ 4 ദിവസവും തെർമൽ ഡ്രോണും ഫയർഫോഴ്സും ഫോറസ്റ്റും ഡോഗ് സ്ക്വാഡും അടക്കം എല്ലാവരും അതിൻ്റെ ചുറ്റുപാട് മൊത്തം അരിച്ചു പെറുക്കിയിട്ട് ഒന്നും കിട്ടാതായപ്പോഴാണ് ഈ കുട്ടി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയോ എന്നുള്ളൊരു ആസ്പെക്റ്റിലേക്ക് ഇവരെത്തുന്നത്. ഈവൻ ഈ കുട്ടിയുടെ നാട്ടിലുള്ള വീട്ടിൽ വന്ന് അവിടെ ഇവരുടെ റിലേറ്റീവ്സിനെയും കുട്ടിയുടെ ഫ്രണ്ട്സിനെയും വിളിച്ച് അച്ഛനമ്മയുടെ ഫോണൊക്കെ മേടിച്ച് അങ്ങനത്തെ രീതിയിലുള്ള ഒരു സെർച്ചും കൂടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടന്നിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ ആ കുട്ടിയുടെ ബോഡി ഇന്നിപ്പോൾ ആ ബോഡി കിട്ടിയെന്ന് പറയുന്നു 4 ദിവസത്തിന് ഇപ്പുറം. അപ്പോൾ ഇത്രയും ദിവസത്തെ തിരച്ചിലിൽ ഈ ബോഡി കണ്ടെത്താൻ സാധിച്ചില്ല. 1500 അടി എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി ഒരു റെസ്ക്യൂ ടീമിന് എത്തിപ്പെടാൻ പറ്റുന്ന, അത്യാവശ്യം ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ഹൈറ്റേ ഉള്ളൂ. അപ്പോൾ ഇത്രയും 2-3 ദിവസം ഇനി ഇവരെ തെരച്ചിൽ അത്ര ക്ലീൻ ആൻഡ് ക്ലിയർ ആയിരുന്നില്ലേ എന്നുള്ള സംശയത്തിലേക്ക് പിന്നെ പോകേണ്ടി വരും. കാരണം 1500 അടിയിലേക്ക് ഇവർക്ക് എത്താൻ പറ്റാത്തതായിട്ടുള്ളൊരവസ്ഥ ഉണ്ട് തോന്നുന്നില്ല. ഇവരെത്തിലും ഡ്രോൺ എത്താത്ത ഒരു അവസ്ഥയില്ല. കാരണം ഡ്രോണിന് പോകാൻ പറ്റുന്ന ഒരു ടെറൈനാണ്. അതങ്ങനെ മരങ്ങളാൽ മൂടിക്കെട്ടിയ സ്ഥലമായിട്ടൊന്നും കാണുന്ന കാഴ്ചയിൽ കണ്ടില്ല. കല്ലും കൂട്ടമാണ്, പാറക്കൂട്ടമാണ്. ഈവൻ പാറക്കൂട്ടമാണെന്നുണ്ടെങ്കിലും ഡ്രോണിന് അവിടെ പോകാൻ പറ്റുന്നൊരു സിറ്റുവേഷനുണ്ട്. അപ്പോൾ ഈവൻ ഈ കുട്ടിയുടെ ബോഡി കിട്ടിയതും ഡ്രോൺ വിഷ്വൽസിൽ നിന്നാണ് ആദ്യം ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് ഹ്യൂമനായിട്ട് പോയി മനുഷ്യന്മാർ പോയി കണ്ടുപിടിച്ചതുമല്ല. ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിനകത്ത് ഈ ഡോഗ് സ്ക്വാഡ് ഓടിപ്പോയ സമയത്ത് ഡോഗ് ഓടിപ്പോയ ഒരു കടേൻ്റെ അടുത്ത് നിന്നു. പക്ഷേ അവിടെയുള്ള ലോക്കൽസിനെ ഇവരാരും പോലീസുകാർ ഒരു രീതിയിലും സംശയിച്ചില്ല, അല്ലെങ്കിൽ ചോദ്യം ചെയ്തില്ല എന്നൊരു കാര്യം പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് വരും ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം ഇതിനകത്ത് ദുരൂഹത ഉണ്ടെങ്കിൽ മാത്രം അതിലേക്ക് നമുക്ക് ചിന്തിച്ചാൽ മതി എന്നുള്ളതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുകയാണ്. ബന്ധുവായിട്ടുള്ള വ്യക്തി പറഞ്ഞത് നിങ്ങളൊന്ന് കേൾക്ക്. ഇപ്പൊ ബോഡി കിട്ടിയെന്ന് പറയുന്ന സ്ഥലത്ത് കുട്ടി പോയിട്ടില്ല. കാരണം മാണിക്കധാര വെള്ളച്ചാട്ടത്തിൽ നിന്ന് നേരിട്ട് അവിടെ നിന്ന് കയറി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട്, അവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത്. ആ പാർക്കിംഗ് ഗ്രൗണ്ടിന് ശേഷം അപ്പുറത്താണ് ഈ ചരിവുള്ളത്, ഇപ്പോൾ ബോഡി കിട്ടിയെന്ന് പറയുന്ന ചരിവുള്ളത്. അപ്പോൾ അവിടേക്ക് കുട്ടി പോയിട്ടില്ല. കാരണം ലാസ്റ്റ് കുട്ടി നമ്മൾ കാണാതായത് ഈ സൈഡ് വ്യൂ പോയിന്റിലാണ്, മാണിക്കധാര വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നമ്മൾ ലാസ്റ്റ് കണ്ടത്. അവിടെ നിന്ന് സ്റ്റെപ്പ് കയറി വന്നത് കുട്ടി ഇപ്പുറത്തെ സൈഡിലോട്ടായിരുന്നു. ആ പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ ഇടയ്ക്കുള്ള 100-150 മീറ്ററിൻ്റെ ഈ സൈഡിലാണ് ഈ കുട്ടി വന്നത്. അവിടെ നിന്ന് 10 നമ്മൾ കുട്ടിയെ കാണാതെ നമ്മൾ തിരയുമ്പോൾ കുട്ടിയുടെ അച്ഛനും അമ്മ ബാക്കിയുള്ളവരെല്ലാം ഇപ്പോൾ ബോഡി കിട്ടിയെന്ന് പറയുന്ന ആ ഭാഗത്തേക്ക് നോക്കി നിങ്ങളുടെ കുറേ പേര് അവിടെ താഴെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവിടെ പോയിട്ടില്ല എന്നുള്ള കാര്യം ഷുവറാണ്. അപ്പോൾ ഒരു ദുരൂഹത ഉണ്ടായിരുന്നു. അത് അന്വേഷണം വേണം. ഇപ്പോൾ കുട്ടി വെള്ളച്ചാട്ടം കണ്ട് തിരിച്ചു വന്ന ആ ടിക്കറ്റ് കൗണ്ടർ വരെ എത്തി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ടിക്കറ്റ് കൗണ്ടർ വരെ എത്തി. പിന്നെ അതിനുശേഷം പോലീസ് ഡോഗ് വന്നു. പോലീസ് ഡോഗ് വന്നപ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റ് കയറിയിട്ട് ഷോപ്പിൻ്റെ അടുത്ത് വരെ വന്നു. പിന്നെ തിരിച്ചു പോയി. അപ്പോൾ അവിടെ നിന്ന് ഈ ഒരു സൈഡിലേക്ക് ഏകദേശം ഒരു 150 മീറ്ററിലും ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ ആ സമയത്ത് കുട്ടിയുടെ രക്ഷിതാക്കളെല്ലാം ഇപ്പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. കുട്ടിയുടെ അച്ഛനും ബാക്കിയുള്ളവരും അവർ നിൽക്കുമ്പോൾ അവിടെ നിന്നാണ് ഞാൻ അവനെ വിളിച്ച് ചോദിച്ചത്, രമേശ് ഇവിടെ അന്ത് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും ഇവർ ആ സൈഡാണ് നിന്നിരുന്നത്. ഇപ്പോൾ ഈ ബോഡി കിട്ടിയെന്ന് പറയുന്ന ആ ഏരിയയിലാണ് ഇവർ നിന്നിരുന്നത്. നടത്തിയിരുന്നു. അത് അപ്പം തന്നെ പരിശോധിച്ചു. ആ സ്ഥലം ഞങ്ങളുടെ കൂടെ വന്നവരെല്ലാവരും അവിടെയൊക്കെ ഇറങ്ങി പരിശോധിച്ചു. അവിടെ ഇറങ്ങി ആ മഴയുടെ മുകളിലേക്ക് അത്യാവശ്യം ചെരുവുണ്ട്. ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും അത്യാവശ്യം ചെരുവുണ്ട്. ചെരുവിലൊക്കെ ഇറങ്ങി തെരച്ചിൽ പിറ്റേ ദിവസം, പിന്നെ അതായത് ഇന്നലെയല്ല മിനിഞ്ഞാന്ന് രാവിലെ ഒരു പോലീസുകാരെ മയക്കിയപ്പോൾ ഞങ്ങളുടെ ടീം മൊത്തം ആ ഭാഗത്ത് ഇറങ്ങി പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കണ്ടെത്തുന്നതാണ് ദുരൂഹതയുണ്ട്. പിന്നെ ബോഡിക്ക് പഴക്കമൊന്നുമില്ലെന്ന് പറയുന്നു, ഒന്നുമില്ലാത്ത മര്യാദ പറയുന്നു. ഞാൻ നേരിട്ട് ഇറങ്ങിയതാണ്. ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ ഞങ്ങൾ ഇറങ്ങിയതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബന്ധുക്കൾ പറയുന്ന കാര്യം. അതായത് ദുരൂഹതയുണ്ട്, ഇവരെല്ലാം പരിശോധിച്ച ഒരു സ്ഥലം കൂടിയാണിത്. അപ്പം അങ്ങനെ ആ ദുരൂഹത അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇവർ ഈ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഗെയിൻ ഈ 3-4 ദിവസം ഇത്രയും, ഇപ്പോൾ ഇന്ന് നോക്കുമ്പോൾ 100-150-ലേറെ ഫോഴ്സ് അവിടെ ഇത് പരിശോധിക്കുന്നുണ്ട്. ലോക്കൽസിനെ ഒരു പരിശോധനയുടെ ഭാഗമായിട്ട് ഒപ്പം കൂട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യം ഫാമിലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെയായിട്ട് 50, 40, 60 ആൾക്കാർ അവിടുത്തെ എന്താ പറയുക ലോക്കൽ സെറ്റപ്പ് ഉണ്ടല്ലോ, പോലീസുകാരും ഫയർഫോഴ്സും റെസ്ക്യൂ ടീമും അവരൊക്കെ സെർച്ച് ചെയ്തിട്ടും
2-3 ദിവസമായിട്ട് കിട്ടാത്ത ബോഡി ഇന്ന് കിട്ടി. അതിന് പഴക്കമില്ല പ്രത്യക്ഷത്തിൽ എന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ കാണുന്ന പോലെയല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രമേ അതിൻ്റെ പഴക്കമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ പറ്റൂ. ഓക്കെ, ഇനി ഈ ദിവസം അവിടുത്തെ സെർച്ച് നടക്കുന്ന ദിവസം അച്ഛൻ അന്ന് അവിടെ നടന്ന കാര്യങ്ങൾ, സംഭവിച്ച കാര്യങ്ങളൊക്കെ റിപ്പോർട്ടർ TV-യിലെ ജേർണലിസ്റ്റിനോട് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ വിഷ്വലുണ്ട്, അതൊന്ന് കാണാം. മാണിക്യധാര വെള്ളച്ചാട്ടം സന്ദർശിച്ചതിന് ശേഷം ശ്രീനന്ദയും കുടുംബവും എത്തിയത് തൊട്ടുപുറകിലുള്ള ആ വ്യൂ പോയിന്റിന് സമീപമാണ്. ആ വ്യൂ പോയിന്റിന് സമീപം ആ പോലീസുകാരനിരിക്കുന്ന പാറയുടെ മുകളിൽ നിന്നാണ് ശ്രീനന്ദ ആദ്യം ഫോട്ടോ എടുത്തത്. ഞാനാണ് മോളുടെ ഫോട്ടോ അവിടെ നിന്ന് എടുത്തത്. എന്നിട്ട് മോളെ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് ഇറക്കി, അവിടെ നിൽക്കേണ്ട, ഡേഞ്ചർ ആണെന്നും പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് ഇറക്കി. ഞാനും എടുത്തിട്ടുണ്ട്, എൻ്റെ വൈഫ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ എന്താ സംഭവിച്ചത്? അതിനുശേഷം ശ്രീനന്ദനെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കിയിട്ട് അവള് ഇവിടെ വന്നിരുന്നു. അപ്പൊ ഞങ്ങളുടെ കൂടെ വന്ന വേറെ ഫാമിലീസ് ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ഇരുന്നിട്ട് 5:20 ഇവിടെ ഇരുന്നിട്ട് ഫോട്ടോ എടുത്തു. അതായത് ശ്രീനന്ദ തനിച്ചിത്തിരി മാറിയിരിക്കുന്നു, ഒപ്പം മറ്റു കുടുംബം ഇരിക്കുന്നു. ആ ഒരു ഫോട്ടോ, രണ്ടാമത്തെ ഫോട്ടോ എടുത്തു. അതായത് ഏകദേശം 3 പേര് ഒരു സ്റ്റെപ്പില്, ശ്രീനന്ദ പുറത്തെ താഴെ സ്റ്റെപ്പില്, അങ്ങനെയാണ് ഇരുന്നായിരുന്നു. അങ്ങനെ ഉള്ളതിലാണ് വ്യൂ ഉണ്ട്. കറക്റ്റ് അതിന്റെ അതിനുശേഷം ഇവിടുന്ന് മുകളിലേക്ക് ശേഷം മുകളിലേക്ക് പോയി എന്നതാണ് ഞങ്ങളുടെ കൂടെ ഉള്ളവരുടെ വിഷ്വൽസ്. ഞങ്ങളുടെ മൈൻഡിൽ അങ്ങനെയുള്ളത്. ശ്രീനന്ദയുടെ പുറകിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു? പുറകിൽ ഞാൻ ശ്രീനന്ദയുടെ പുറകിലാണ്, ഞാന്, വൈഫ്. പിന്നെ അതിന് കുറച്ചും കൂടെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് എന്റെ ചേട്ടനുണ്ടായിരുന്നു. ഇവിടുന്ന് പടികൾ കയറി പോകണം. ഇനി അഥവാ അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഇതുവരെയും ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും ഇവര് ഇരിക്കുന്നുണ്ട്, ബെഗേഴ്സ് ഇരിക്കുന്നുണ്ട് ഈ സൈഡില്, 4-5 ബെഗേഴ്സ് അതുവരെയും ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് ഇവൾക്ക് വൈകുന്നേരം സമയങ്ങളുണ്ടായിരുന്നു. 5:20 ഇവൾക്ക് ഇവിടുന്ന് താഴേക്ക് കുതിക്കണമെങ്കിൽ ഈ ഇത്രയും സ്ട്രോങ് ബാരിക്കേഡ് ഇത് അടിയിൽ കൂടെ നോന്ന് ഉള്ളിൽ കടന്ന് എന്നിട്ട് അറൗണ്ട് ഒരു 3-4 ഫീറ്റ് ഉണ്ട്. ഏകദേശം 50 മീറ്ററിലധികം ദൂരം ഉണ്ടല്ലോ മുകൾ ഭാഗത്ത്. അത്രേ ഉള്ളൂ. ഓക്കെ, ഇവിടുന്ന് ഇവള് താഴേക്ക് പോയി ഇവർക്ക് നമുക്ക് അനുമാനിക്കാനാണെങ്കിൽ ആകെ ഇത്ര സ്ഥലമേ ഉള്ളൂ അല്ലേ. ഇവിടുന്ന് ഇത് കടന്ന് ഇത് ചാടണമെന്നുണ്ടെങ്കിൽ ഇത്രയും ആൾക്കാർ കൂടെ ഉണ്ട്, എന്തെങ്കിലും ഒരു സൗണ്ട് ഉണ്ടാവും. അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും ആൾക്കാർ നേരെ മുമ്പിലേക്ക് നോക്കി തന്നെയല്ലേ പോണത്. അപ്പൊ എന്തായാലും സംഭവിക്കില്ലേ, അറിയണ്ടേ. ഓക്കെ, ബൈ ചാൻസ് സ്റ്റാർട്ട്. ഓക്കെ, ഇതാണ് അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ. ഇതിൽ അച്ഛൻ പറഞ്ഞ കാര്യത്തിൽ ഒന്നാമത്, ഇപ്പം ഞാൻ അയാളെ കുറ്റം പറയുന്നതല്ല, നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താ പറയുക, ഒരു ബാരിക്കേഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ അത് അപകടമുള്ളത് കൊണ്ടാണ് അവിടെ ബാരിക്കേഡ് വെക്കുന്നത്. ആ ബാരിക്കേഡിൻ്റെ അപ്പുറം പോയി നിന്ന് നമ്മൾ ഫോട്ടോ എടുക്കാൻ കുട്ടികൾക്ക് നമ്മൾ തന്നെ കാണിച്ചു കൊടുത്ത് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കണ്ണു വെട്ടിച്ച് മക്കൾ അവിടെ പോയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, അവിടെ പോയി നിന്ന് നോക്കും, ചിലപ്പോൾ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കും. പക്ഷേ ഒറ്റയ്ക്ക് ഈ കുട്ടി അവിടെ ആ ബാരിക്കേഡ് കടന്ന് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഫോട്ടോ എടുക്കാൻ ആരും ഒപ്പം ഇല്ല. കുട്ടീൻ്റെ കയ്യിൽ ഫോണില്ല, ഒപ്പം ഫ്രണ്ട്സും ഇല്ല ഫോട്ടോ എടുത്ത് കൊടുക്കാൻ. മേ ബി ഞാൻ അതാണ് ആദ്യം പ്ലേ ചെയ്ത റീൽസിലുള്ള ആ ഒരു അവരെടുത്തൊരു ചെറിയ റീലിനകത്ത് ആ കുട്ടിയുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഫാക്ടർ ഉണ്ടല്ലോ, ഇത് ഇപ്പോഴാണ് അച്ഛനുള്ളപ്പോൾ ചിലപ്പോൾ അത്ര എക്സൈറ്റ്മെൻറ്റിൽ നോക്കാനോ അല്ലെങ്കിൽ അത് എൻജോയ് ചെയ്യാനോ പറ്റി കാണില്ല ആ കുട്ടിക്ക്. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്തിട്ടുണ്ടോ, അച്ഛനില്ലാത്ത സമയത്ത് നൈസായിട്ട് ബാരിക്കേഡിൻ്റെ അപ്പുറം പോയി നിന്ന് പറ്റിയൊരു അപകടമാണോ എന്നുള്ള രീതിയിൽ വേണമെങ്കിലും നമുക്കത് ചിന്തിക്കാവുന്നതാണ്. ഇപ്പോൾ അതിലൊരു പോലീസുകാരൻ ഇരിക്കുന്നുണ്ട് ആ ഒരു ബാരിക്കേഡിൻ്റെ അപ്പുറത്ത്. അപ്പം തന്നെ നമുക്കത് എത്ര സ്റ്റീപ്പായിട്ടുള്ള ഒരു ടെറൈനാണ് എന്നുള്ളത് നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിൽ ഫാമിലിയായിട്ട് നമ്മൾ പോകും. ഫാമിലി ഫ്രണ്ട്സ് ഇങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബാരിക്കേഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അപ്പുറത്തേക്ക് ഡേഞ്ചർ ആയതുകൊണ്ടല്ലേ അവർ ആ ബാരിക്കേഡ് വെക്കുന്നത്. നമ്മളായിട്ട് മക്കൾക്ക് അത് ചാടിക്കടന്ന് ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു പെർമിഷൻ കൊടുക്കാതിരിക്കുക, അത് അവരെ എൻ്റർടൈൻ ചെയ്യാതിരിക്കുക. കാരണം നമ്മളെ കണ്ണ് വെട്ടിച്ച് പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയുമ്പോൾ അവരത് എന്ത് ചെയ്യും, ഒന്നും കൂടി ചാടാൻ നോക്കും, ഒന്നിനെയും കാണാൻ നോക്കും. അങ്ങനത്തെ ഹാബിറ്റ്സ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. പിന്നെ അവിടെ ഈ പറഞ്ഞ പോലെ ഇപ്പം ഈ കുട്ടിയുടെ മൃതദേഹം ലഭിച്ചു എന്ന് പറയുന്നത് ആ അത്രയും മുകളിൽ നിന്ന് താഴത്തേക്കുള്ളൊരു ഇമ്പാക്റ്റ് വരാൻ കാരണം ആ ഏരിയ, ഓക്കെ, കുട്ടി ഇപ്പോൾ വീണ് കിടക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ 1500 അടി താഴ്ച എന്ന് പറയുമ്പോൾ അവിടെ വേറെ ഒരു തരത്തിലുള്ള ഒബ്സ്ട്രക്ഷൻസും ഇല്ല. മനസ്സിലായോ? അവിടെ കുട്ടി താഴെ വീഴുമ്പോൾ മരത്തുമ്പോൾ തട്ടി തങ്ങി നിൽക്കാനോ അല്ലെങ്കിൽ കൊമ്പിൻ്റെ മുകളിൽ അങ്ങനത്തെ ഒന്നുമില്ല. നേരെ ഫ്ലാറ്റായിട്ട് നിലത്ത് വന്ന് റോക്ക് ബോട്ട് അടിച്ച് വീഴുന്ന പോലെയാണ് ആ കുട്ടിക്ക് വീഴാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്ഥലത്തു നിന്നാണ് ആ കുട്ടി താഴെ പോയിട്ടുള്ളത്. അപ്പോൾ ആ ടൈമിൽ അത് ആരും കേൾക്കാതെയും കാണാതെയും പോയി എന്നുണ്ടെങ്കിൽ അതിലൊരു ദുരൂഹത പറയുന്നതിലും നമുക്കത് ഒന്നും പറയാൻ പറ്റില്ല. ഈ അച്ഛൻ കാണിച്ചിരുന്ന 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ ഭാഗത്ത് നിന്ന് ഫോട്ടോ എടുത്തു, അതിൽ നിമിഷ നേരം കൊണ്ട് ഇവിടുന്ന് കാണാതാകുന്നു. ഒരുപക്ഷെ ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കാണാവുന്നതാണ്. പക്ഷെ രാത്രി മുഴുവൻ തന്നെ ഞങ്ങൾ ഏറ്റവും സെർച്ച് ചെയ്ത് ഇവിടെയാണ്. ഏറ്റവും ആദ്യം ഇവിടെ ഞങ്ങൾ താഴെ വരെ പോയിട്ട് അന്ന് ഇവിടെയൊക്കെ സെർച്ച് ചെയ്താണ്. പാറയിടുക്കിലൊക്കെ പരിശോധിച്ചു. പാറയിടുക്കിലേക്ക് താഴെ വരെ എത്തിയില്ല എങ്കിലും കൂടെ. പിന്നെ നിങ്ങൾ ഘടന കണ്ടോ, ഇവിടുന്ന് ചാടിച്ചാലും ഒരിക്കലും താഴെ വരയ്ക്ക് എവിടെയെങ്കിലൊക്കെ തട്ടി നിൽക്കും. അത്രയും മരങ്ങളും ഇതെല്ലാം ഉള്ളതാണ്. ഇനി അറ്റ്ലീസ്റ്റ് താഴേക്ക് പോയി കഴിഞ്ഞാലും നെക്സ്റ്റ് ഡേ
നൈറ്റിൽ വന്നിട്ട് തന്നെ ഫയർ ആൻഡ് ആൾക്കാർ വന്നിട്ട് ഇതുവരയ്ക്ക് പോയി. ഈ താഴെ നമ്മുടെ ഇപ്പോൾ ഒരു ട്രെഞ്ച് മാരിക്ക് ഉണ്ടോ, അതുവരയ്ക്ക് പോയി. ഡോഗ് സ്ക്വാഡ് പോയത് ഏത് ഡോഗ് സ്ക്വാഡ് നെക്സ്റ്റ് ഡേ ആണ് വന്നത്. നെക്സ്റ്റ് ഡേ വന്ന് ഡോഗ് വന്നത് ഇതിലെ സൈഡിൽ കൂടെ നേരെ മേലേക്ക് കയറി. ഇവരൊക്കെ അന്ന് ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇവരൊക്കെ അല്ലേ? അണ്ണ ನಮಸ್ಕಾರ. ನೀವು ಇಲ್ಲೇ ಅಣ್ಣ ನಮ್ಮನೆ? ಮಹಾರಾಷ್ಟ್ರ ಸರ್. ಕನ್ನಡ ಬರಲ್ಲ ನಿಮ್ಗೆ? ಹಿಂದಿ ಸರ್. हाँ ಅವತ್ತು ಆ ದಿನ ನೀವು ಇಲ್ಲಿ ಇರ್ಲಿಲ್ಲ ಇಲ್ಲಿ? नहीं तो सर अपन को ये मालूम नहीं है, हम तो यहीं बैठा था, मगर अब कौन लड़की है कौन बच्ची है आवाज आता है जी. अभी അതായത് താഴേക്ക് വീഴുകയാണെങ്കിൽ അവർ കാണേണ്ടതാണല്ലോ എന്നാണ് അവർ പറയുന്നത്. അവരാരും കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഡോഗ് സ്ക്വാഡ് ഇവിടെ വന്നു. ഇവിടെ നിന്ന് പോലീസ് ഏത് ഭാഗത്തേക്കാണ് മണം പിടിച്ചു പോയത്? ഡോഗ് വന്നത് ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് കയറിയത്. ഡോഗ് നേരെ പണി വരെ ലെഫ്റ്റാണ് കയറിയിരിക്കുന്നത്. ടിക്കറ്റ് കൊടുക്കുന്ന ഒരാളുണ്ട് ഇവിടെ. നിങ്ങൾ വന്ന സമയത്ത് അന്ന് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്? ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടാണ് താഴത്തേക്ക് പോയത്. വരുമ്പോഴും ടിക്കറ്റ് എടുക്കുന്ന ആളുമില്ല, കൗണ്ടറും ഇല്ല, ഒന്നുമില്ല. ഇപ്പൊ ആർക്ക് വേണമെങ്കിൽ ഇപ്പൊ ഞങ്ങൾ അന്ന് ഒരാൾ ടിക്കറ്റ് എടുത്തില്ല എന്ന് പറഞ്ഞ് ഇവിടെ തടഞ്ഞു നിർത്തി ടിക്കറ്റ് എടുപ്പിച്ചിട്ടാണ് ഞങ്ങൾ എടുന്ന് വിട്ടത്. കംപ്ലീറ്റ് ആൾക്കാർ ചെക്ക് ചെയ്തിട്ട് ഒരാളും ടിക്കറ്റ് ഇല്ല താഴേക്ക് വിടില്ലായിരുന്നു. ഞങ്ങൾ ലാസ്റ്റ് പക്ഷെ ഇൻസിഡന്റിന് ശേഷം ഇന്നലെ ഒന്നും ഇവിടെ ആർക്കും വേണേൽ പോകാൻ വരാം. പോലീസിനായി വന്നത് ഇതിലെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഈ വഴിക്ക് ഇവിടെ വന്നിട്ട് ഈ കമ്പി ചാടി പുറത്തേക്ക് കടന്നിരിക്കുന്നത്. അതായത് ഇതുപോലെ ഇതിനകത്തൂടെ ഇങ്ങനെ കയറി എന്നാണോ പറയുന്നത്? അവള് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ കയറിയിട്ടുണ്ടാവും. ഇങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഇപ്പൊ ഡോഗ് വന്ന ശരി എവിടെയായിട്ടാ ആയിരിക്കാം. അവിടുന്ന് കമ്പികൾക്കിടയിലൂടെ കടന്നു വന്നു. കുറ്റിക്കാടിനടുത്താണോ? കുറ്റിക്കാടിനുള്ളിൽ കൂടെ കയറിയിട്ട് ലാസ്റ്റ് കടറ അപ്പുറത്തേക്ക് പോയി. അവർക്ക് ഒറ്റയ്ക്ക് ഇത്രയും ദൂരം ഇതിന്റെ ഉള്ളിൽ കൂടെ വരുന്ന അതിനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. ഇതിലാണ് ഡോഗ് പോയിരിക്കുന്നത്. ഇതിൽ നേരെ കയറി കടറ പുറത്തേക്ക് കടന്നു. ഡോഗ് സ്ക്വാഡ് വന്ന സമയത്ത് ഡോഗ് നേരത്തെ അവർ കാണിച്ച പോലെ അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ടായിരുന്നു പറയുന്നു. ഇപ്പം ടിക്കറ്റ് കൗണ്ടർ ഇല്ല എന്ന് പറയുന്നു. ഈ ഒരു അപകടം നടന്ന സമയത്താകുമ്പോൾ അതൊരു ഇല്ലീഗൽ ടിക്കറ്റ് വെച്ചുള്ള പരിപാടിയാണെന്നുള്ളത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതൊരു വിഷയം. അപ്പോൾ അതിനുശേഷം വേറെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ട്രക്കിങ്ങിന് വേണ്ടിയുള്ള ട്രെയിലല്ല ഇത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ട്രക്കിങ്ങിന് വേണ്ടിയുള്ള ട്രെയിലല്ല. അപ്പോൾ ഇതൊരു ഇല്ലീഗൽ സാധനമായിട്ടാണോ നടക്കണേന്നുള്ളത് അത് വേറൊരു സംഗതി. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അന്വേഷിച്ച് പറയേണ്ട കാര്യങ്ങൾ. അത് കർണാടക ഗവൺമെൻറ് പറയേണ്ട കാര്യങ്ങൾ. കാരണം കർണാടകയിൽ ഇഷ്ടംപോലെ ഇങ്ങനത്തെ ടൂറിസ്റ്റ് സ്ഥലങ്ങളുണ്ട്, അട്രാക്ഷൻസ് ഉണ്ട്. അതിലൊക്കെ ചുമ്മാ ലോക്കൽസ് എന്ത് ചെയ്യും, ടിക്കറ്റ് വെച്ചിട്ട് അവിടെ ഒരു പരിപാടി സെറ്റപ്പ് ആക്കുന്ന പണികൾ കാണിക്കാറുണ്ട്. ചിലതൊക്കെ ഭയങ്കര ഡെഡ്ലി ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അവിടെയൊന്നും ടിക്കറ്റ് പോയിട്ട് അവിടെ ആൾക്കാരെ പോലും കയറ്റാത്തൊരു സ്ഥലങ്ങളായിരിക്കും. പക്ഷേ ഇതേപോലെ സ്കൂൾ പൂട്ടലും അത്യാവശ്യം ഒരു വെക്കേഷൻ ടൈമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ലോക്കൽ സെറ്റപ്പിൽ പൈസ ഉണ്ടാക്കാനുള്ള രീതിക്കുള്ള പരിപാടികൾ കാണിക്കും. ഇനി ഇത് അങ്ങനെ കാണിച്ചാണോ എന്നുള്ളത് നോക്കണം. കാരണം ഡോഗ് ഓടി എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലേക്കാണ്, റൈറ്റ് സൈഡിലേക്കാണ് ഇവരുടെ പാർക്കിംഗ് പോകണം. ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഈ കുട്ടി ആ ബാരിക്കേഡ് എടുത്ത് ചാടാൻ ഉള്ളൊരു മൈൻഡ് സെറ്റുള്ള കുട്ടിയാണ് അച്ഛൻ തന്നെ പറയുന്നുണ്ട്. അവൾ ചാടും എന്നാണ് പറയുന്നത്. അവൾ ആ ബാരിക്കേഡ് എടുത്ത് കടന്ന് പോകാൻ ചാൻസ് ഉണ്ട് എന്നാണ് അച്ഛൻ പറയുന്നത്. അപ്പോൾ ഞാൻ അഗെയിൻ പറയുന്നത് ആ എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു കുട്ടിയാണെന്ന് അച്ഛൻ തന്നെ പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെൻറ്റ് മൈൻഡ് സെറ്റുള്ള കുട്ടിയാണ്. കുട്ടി അത് എക്സ്പ്ലോർ ചെയ്യാൻ പോകും, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ചിലപ്പോൾ വന്നിരിക്കാം. അതുകൊണ്ടാവും ഡോഗ് ഇങ്ങോട്ട് വന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും ആ വഴിക്ക് കുട്ടിയെ ബലമായി കൊണ്ടുപോയോ എന്നുള്ളൊരു സംശയമുള്ളത് കൊണ്ടുമായിരിക്കാം അവർ ആ ഒരു സംഗതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളും കൂടുതൽ അന്വേഷണമൊക്കെ കഴിയുമ്പോൾ നമുക്കറിയാം കുട്ടി ബൈ ചാൻസ് ഇനി ഒരു എക്സൈറ്റ്മെൻറ്റ് ഫാക്ടർ കൊണ്ട് ഇനി ഇതിൻ്റെ അറ്റത്ത് പോയി നിന്നപ്പോൾ കാല് തെറ്റി വീണതാണോ, മഞ്ഞിറങ്ങിയ സമയത്ത് കാണാൻ പറ്റാതെ അങ്ങനെ കാല് തെറ്റി വീണതാണോ, എന്താണെങ്കിലും ബാരിക്കേഡിൻ്റെ അപ്പുറം പോയാലേ ഇത് സംഭവിക്കും. ഒറ്റയ്ക്ക് സംഭവിക്കാനാണെങ്കിൽ ബാരിക്കേഡ് കടന്നു പോയാൽ മാത്രമേ ഇത് സംഭവിക്കാനുള്ള ചാൻസ് ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെയുള്ള ചാൻസ് ഇവർ ഈ പറഞ്ഞ പോലെ ആരെങ്കിലും ഈ കുട്ടിയെ ഈ ഒരു ഗ്യാപ്പിൽ അടിയിൽ നിന്ന് മുകളിലേക്ക് കയറുന്ന ഗ്യാപ്പിൽ ആരെങ്കിലും ഈ കുട്ടിയെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ഈ കുട്ടിയെ പിടിച്ചുകൊണ്ട് പോയി പിന്നെ എന്തെങ്കിലും സംഭവിച്ചിട്ട് ഇപ്പം അത്രയും തെരച്ചിലും കാര്യങ്ങളൊക്കെ ആയ സമയത്ത് ഈ അടിയിൽ കൊണ്ടുവന്ന് ഇട്ടതാണ്. അങ്ങനെ ഇടുന്നുണ്ടെങ്കിൽ തന്നെ അത് അവിടുത്തെ ഒരു ലോക്കൽ സെറ്റപ്പിൽ ആ ടെറൈൻ അറിയുന്ന ആ സ്ഥലം അറിയുന്ന ആരെങ്കിലുമൊക്കെ ആവാനേ ചാൻസ് ഉള്ളൂ. കാരണം ഇവർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇനി കംപ്ലീറ്റ് ആയിട്ട് ഇത് ഇറങ്ങിയിട്ടുണ്ടോയെന്ന് നോക്കണം. മനസ്സിലായി? അവിടെ വലിയൊരു കുഴി, ഒരു കൊക്ക പോലത്തെ കുഴിയുണ്ട്. ഇതിൻ്റെ ഏറ്റവും അടിയിലാണ് കുട്ടി കിടക്കുന്നത്. അപ്പോൾ അവിടേക്ക് എത്തിയിട്ടുണ്ടോ ഈ 3-4 ദിവസം കൊണ്ട്? എത്തി തെരഞ്ഞ സ്ഥലത്ത് തന്നെയാണോ രണ്ടാമത് ഈ ബോഡി വന്നതെന്നുള്ളത് അറിയണ്ടേ? അപ്പോൾ അതൊക്കെ ഇനി വരും ദിവസങ്ങളിലുള്ള ന്യൂസിൽ അപ്ഡേറ്റ് ഉണ്ടാവും. എന്താണെങ്കിലും എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, എൻ്റെ വ്യൂവേഴ്സിനോട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചെങ്കിൽ, ഒന്ന് അറിയാത്ത സ്ഥലങ്ങളിൽ അറിയാത്ത ടെറൈൻസിൽ പോയിട്ട് അൺവാണ്ടഡ് ആയിട്ട് ഇങ്ങനത്തെ
അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, മക്കളതിന് പ്രോത്സാഹിപ്പിക്കാതിരിക്കുക, ഒരു കാര്യം. രണ്ടാമത്തെ വിഷയം, ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഓക്കെ, പരമാവധി ഈ രാത്രി ഇരുട്ട് ഈവനിങ് ഒക്കെ ആവുന്നതിന് മുന്നേ ഇങ്ങനത്തെ അപകടം പിടിച്ച സ്ഥലങ്ങളിൽ നിന്നും മാറി വരാൻ ശ്രമിക്കുക. നമുക്കറിയില്ല എത്ര മണിക്കാണ് ഇവിടെ കോട ഇറങ്ങുക, മഞ്ഞ് മൂടുക, വിസിബിലിറ്റി എപ്പോൾ നഷ്ടമാവുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റേ കുട്ടി കാട്ടിപ്പെട്ടു, ഈ കുട്ടി ഇവിടുന്ന് വീണ് മരിക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ എന്താ മനസ്സിലാവുന്നത്? നമുക്ക് അറിയാത്തൊരു സ്ഥലത്ത്, അറിയാത്തൊരു നാട്ടിൽ, ഇപ്പം നമുക്ക് അറിയുന്ന സ്ഥലമാണെങ്കിൽ തന്നെ പെട്ടെന്ന് കണ്ണ് മൂടുന്ന പോലെ മഞ്ഞ് വന്നാലോ പെട്ടെന്ന് ഇരുട്ടായാലോ ഒക്കെ ഒരു മഴ പെയ്താലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ മാക്സിമം ഡേ ലൈറ്റിൽ അത്യാവശ്യം ആളുകളുള്ള സമയത്തൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു വരിക. ഇനി ഇല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ട്രെയിൽ എക്സ്പ്ലോർ ചെയ്യാനാണോ, നിങ്ങൾക്ക് അഡ്വഞ്ചറായിട്ട് എന്തെങ്കിലുമൊക്കെ ഇതേപോലെ കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ അതിനായിട്ടുള്ള സേഫ്റ്റിയും കാര്യങ്ങളും അതിന് അഡ്വൈസ് തരുന്ന ആളുകളും ഒപ്പം കൂട്ടിയിട്ട് ചെയ്യാൻ നോക്കുക. പിന്നെ പോകുന്ന സ്ഥലത്ത് ഇത് സേഫ് ആണോ എന്നുള്ളതും കൂടി ശ്രദ്ധിക്കുക. ചില സ്ഥലങ്ങളൊക്കെ ചുമ്മാ ടിക്കറ്റ് വെച്ച് ആളെ പിരിച്ച സമയത്ത് അങ്ങനെ കയറ്റി വിടുന്ന പരിപാടികളുണ്ടാവും. ട്രക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് സേഫ്റ്റി ഉള്ള സ്ഥലങ്ങളിലും ഒപ്പം സേഫായിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ആളുകളുള്ള സ്ഥലത്തൊക്കെ പോകാൻ നോക്കുക.